ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ മുളകിട്ടത് വെക്കാമെന്ന് വിചാരിച്ച്. വലിയ സംഭവമൊന്നുമല്ല, എന്നാലും എനിക്കറിയും പോലെ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ച് അതിന് ശേഷം ബാക്കിയുള്ള എല്ലാം അതിനുള്ള ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച്, ചിക്കനും ക്ലീൻ ചെയ്ത് വെച്ച്, പിന്നെ ഉലുവ, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി. അപ്പോൾ ഞാൻ ചട്ടി ചൂടായ നോക്കി. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഉലുവ ഇട്ട്. ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷമാണ് ഞാൻ ഉള്ളി ഇട്ടത്. അതായത് ഞാനിവിടെ ഒരു 1.5 ഉള്ളി എടുത്തത്. കുറച്ച് എമൗണ്ട് ഓഫ് ചിക്കനുണ്ട്, അപ്പോൾ അതിന് ഞാൻ 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉള്ളി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഉള്ളി അധികം കൂട്ടിയാൽ ഭയങ്കര മധുരമായിരിക്കും, അതുകൊണ്ട് ഞാൻ അധികം ഉള്ളി ഇടുന്നില്ല. പിന്നെ ഞാൻ ഇഞ്ചി ഇട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി, പിന്നെ 2 പച്ചമുളകാണ് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ എരിവിന് ഞാൻ കാശ്മീരി മുളകും മറ്റേ സാദാ മുളക് പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് 2 മുളകേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ. അപ്പോൾ ഞാൻ ചിക്കൻ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഒന്ന് തിരുമ്മിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെളുത്തെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, പിന്നെ ഞാൻ ഈ പറഞ്ഞ പൊടികളെല്ലാം ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് രണ്ടും ഉണ്ട്. കാശ്മീരി, അത് ഓരോ സ്പൂണ് കാശ്മീരിയും പിന്നെ സാദാ മുളകും. പിന്നെ മല്ലിപ്പൊടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. സാധാരണ നമ്മൾ ചിക്കൻ കറിയിൽ മല്ലിപ്പൊടി കുറച്ച് അധികം ഇടും, പക്ഷേ ഇത് മുളക് കറി അതിനെക്കൊണ്ട് കുറച്ച്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, മെയിനായിട്ട് മുളക് പൊടി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതായത് കാശ്മീരി കൂട്ടിയിട്ട് മറ്റേ മുളക് പൊടി 1 സ്പൂണ്. പിന്നെ ഞാൻ ഇത്തിരി ഒരു ചിക്കൻ, അതായത് മീറ്റ് മസാല ഒരു സ്പൂണ്, അതുപോലെ തന്നെ ഇത്തിരി ഒരു പിഞ്ച് പിന്നെ ഗരം മസാല ഇട്ട്. പിന്നെ അതിന് ശേഷം ഞാനിതാ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലോണം വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല എന്നറിയും, ആ ടേസ്റ്റ് തന്നെ വേറെ ആവും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് അതിന് ശേഷം ഞാനിതാ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ ചെറിയ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഇത് ചട്ടി ആയതുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ ചട്ടിയിൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറി. ഞാൻ സാധാരണ കുക്കറിലാണ് വെക്കുക, പക്ഷേ ഇന്ന് ഞാൻ ഈ മുളകിട്ട കറി വെക്കുമ്പോൾ ഞാൻ ചട്ടിയിലാണ് വെക്കുക. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ചിക്കൻ കറി റെഡിയായതിനു ശേഷം കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലും, കുറേ ഒന്നുമില്ല, കുറച്ച് അധികം ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. അങ്ങനെ ചിക്കൻ കറിയും പൊറോട്ടയും കഴിച്ചാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.